ബിസിനസ് നന്നായി ചെയ്യണമെങ്കിൽ ആ ബിസിനസിന്റെ വലിപ്പം അനുസരിച്ചുള്ള ക്യാപിറ്റല് ആവശ്യമാണ്. ഈ പണം ഇതിനൊരു അത്യന്താപേക്ഷിത ഘടകമാണ്. അപ്പോൾ പണത്തിനനുസരിച്ച് നമ്മൾ ബിസിനസിന്റെ വലിപ്പം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്തോളണം. ഇതാണ് എൻ്റെ ഒരു പോളിസി. അപ്പൊ ഞാൻ ക്യാപ്സിൽ ലോണിന് ചെന്നപ്പോൾ അവരെനിക്ക് ലോൺ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരുടെ അനുഭവത്തിൽ ഒരു മില്ല് ലേലത്തിലുണ്ട്, അതുവഴി പോയി നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് മില്ല് ചെയ്യാനുള്ള എക്സ്പീരിയൻസ് ഉള്ളവരുടെ ഞാൻ അവിടെ ചെന്ന് കണ്ടു. 1992 അവിടെ ചെന്ന് കഴിയുമ്പോൾ നല്ല അടിപൊളി മില്ലാണ്. അന്നത്തെ രീതിക്ക് എല്ലാ മോഡേൺ റൈസ് മെഷീനറികളും നല്ല അടിപൊളി ബിൽഡിങ്ങിലും അവിടെ ഇൻവെസ്റ്റ് ചെയ്തതാണ്. ഒരുപക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെയായിരിക്കാം ഈ മില്ല് അവർക്ക് ലോൺ കുടിശ്ശിക വന്നതിന്റെ കാരണം. മില്ല് നടത്തിക്കൊണ്ട് പോകാൻ പറ്റാതെ ക്യാപിറ്റൽ എടുത്ത് ഈ ഫിക്സഡ് അസറ്റിൽ മുടക്കിയിട്ടുണ്ടാവും. വർക്കിംഗ് ക്യാപിറ്റൽ ഇല്ലാതെ ആയിട്ടുണ്ട്. അപ്പൊ റൺ ചെയ്യാൻ പറ്റൂലല്ലോ. അങ്ങനെയായിരിക്കും ലേലത്തിലേക്ക് വന്നിട്ടുണ്ടാവുള്ളൂ. കാരണം ഞാൻ അവിടെ ചിലപ്പോൾ അധികം നാൾ പഴക്കമില്ല മില്ലിന്. ബിസിനസ്സുകാർ എപ്പോഴും നമ്മുടെ ക്യാപിറ്റൽ കംപ്ലീറ്റ് എടുത്ത് ഫിക്സഡ് അസറ്റിൽ പോകരുത്. എപ്പോഴും നമ്മുടെ കയ്യിൽ ലിക്വിഡ് ക്യാഷ് വേണം. ലിക്വിഡ് ക്യാഷ് ഉണ്ടെങ്കിൽ നമ്മൾക്ക് നല്ല പവറായിരിക്കും. നമ്മൾ എന്ത് തീരുമാനം എടുക്കുമ്പോഴും ധൈര്യം വേണം, അല്ലെങ്കിൽ പേടി പാടില്ല. ബിസിനസ്സിൽ പേടി വരാതിരിക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ പണം ഉണ്ടാകുന്നതാണ്.